അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കിയ സത്യം, ഹക്ക്, അതറിയാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അറിയാത്തവരെ പഠിപ്പിക്കുക എന്നത് ഏറെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കളെയെല്ലാം നിയോഗിച്ചതും അതിനു വേണ്ടിയാണ്. ഏറ്റവും വലിയ ഖൈറ്, നന്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് വന്ന അമ്പിയാക്കളും ജനങ്ങളോട് ചൊല്ലിയ ഏറ്റവും വലിയ ഖൈറായ, അഫ്ളലായ, ശ്രേഷ്ഠമായ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നുള്ളതാണ്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു വിഭാഗം ആളുകൾ ഉണ്ടാകട്ടെ, യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള സഹായവും നന്മയുമൊക്കെ ലഭിക്കാൻ ഒരു സമൂഹത്തിൽ, ഒരു സൊസൈറ്റിയിൽ ഖൈറ് നിലനിൽക്കാൻ കാരണം അവിടെ സത്യവും നീതിയും ധർമ്മവുമെല്ലാം ജനങ്ങളെ പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലി, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറു ബിയദിഹി, നിങ്ങൾ ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയുക. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, അതിന് സാധ്യമല്ല എങ്കിൽ നാവ് കൊണ്ട് തടയുക. വഇല്ലം യസ്തതി ഫബിഖൽബിഹി, അതിനും സാധ്യമല്ല എങ്കിൽ ഖൽബ് കൊണ്ട് വെറുക്കുക. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിൻ്റെ ഏറ്റവും ചെറിയ ഒരവസ്ഥയാണ്, ദുർബലമായ അവസ്ഥയാണ്. ഒരാൾ ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നു. അയാളുടെ ബൈക്കിൻ്റെ സൈഡ് സ്റ്റാൻഡ് അയാൾ തട്ടിയിട്ടില്ല, അതിങ്ങനെ എവിടെയെങ്കിലും ടച്ചായാൽ അയാൾ മറിഞ്ഞു വീഴുമെന്ന് നമ്മൾ കാണുമ്പോൾ വളരെ ബേജാറായിക്കൊണ്ട് നമ്മൾ വിളിച്ചു പറയും, സഹോദര, നിങ്ങളുടെ ബൈക്കിൻ്റെ സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ജനങ്ങൾ ഷിർക്കിലേക്ക്, നരകത്തിലേക്ക്, തിന്മയിൽ, അധാർമികതയിൽ പോകുമ്പോൾ അവരെ കൈപിടിച്ചുകൊണ്ട് നന്മയിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത വിശ്വാസികളായ നമ്മുടേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലി, എൻ്റെ ഉദാഹരണം സമൂഹത്തിനിടയിൽ ഒരു തീ കത്തിച്ച ഒരാൾ, അതിലേക്ക് ഒരുപാട് പറവകളും പക്ഷികളും അതേപോലെ തന്നെ പാറ്റകളൊക്കെ വന്ന് വീഴുന്നുണ്ട്. അതിനെയെല്ലാം തട്ടിമാറ്റുന്ന, ആ തീയിലേക്ക് ചാടുന്നതിൽ നിന്ന് അവക്കറിയില്ല, വെളിച്ചം കണ്ടിട്ട് വരികയാണ് ഈ ചെറിയ പാറ്റകളൊക്കെ. എന്നിട്ട് അതിൽ വന്നുകൊണ്ട് കരിഞ്ഞു വീഴുകയാണ്. അതിൻ്റെ ചിറകുകളെല്ലാം നശിക്കുന്നു, കരിഞ്ഞു പോകുന്നു, എന്നിട്ട് അത് ചത്തുപോവുകയാണ്. അതിൽ നിന്നിങ്ങനെ ആട്ടിയകറ്റുന്ന ഒരാളെ പോലെയാണ് മനുഷ്യന്മാർ നരകത്തിലേക്ക് പോകുമ്പോൾ അവരുടെ അരക്കെട്ട് പിടിച്ചുകൊണ്ട് വലിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ നന്മയിലേക്ക് വലിക്കുന്നു. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ വിശ്വാസികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത സമൂഹം, അവർ ഒരു ഉത്തമ സമുദായമാണ്, ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. സഹോദരങ്ങളെ, അമ്പിയാക്കളുടെ ആ മാർഗം അത് നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ്. ഇനിയൊരു പ്രവാചകനോ ഒരു വേദഗ്രന്ഥമോ ഒന്നും ഇവിടെ വരാനില്ല. അതുകൊണ്ട് തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക്, കുടുംബത്തിലും അയൽവാസികളിലും സമൂഹത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു ഹക്ക് അവരെ എത്തിച്ചു കൊടുക്കുക. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി അഹ്സൻ ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ. നബിയെ ചൊല്ലിക്കൊടുക്കുക, ഇതാണ് എൻ്റെ മാർഗം. ജനങ്ങളെ നാം അള്ളാഹുവിലേക്ക് വിളിക്കുന്നു, റബ്ബിലേക്ക് വിളിക്കുന്നു, നീ നിൻ്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കുക. നമ്മൾ മനസ്സിലാക്കിയ ഒരു ഹക്ക്. റമളാൻ മാസമായിട്ട് നിസ്കരിക്കാനൊന്നും പോകാതെ വെറുതെ നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ വിളിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരിക. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫായിലിഹി, ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് ചെയ്യുന്നവൻ്റെ അത്ര തന്നെ സവാബ് നമുക്കുണ്ട്. ഏതൊരു നന്മയാവട്ടെ, ഒന്നും നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല. നമ്മൾ കാരണത്താൽ ഒരാൾ നന്മയിലേക്ക് വന്നാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അലി റളിയല്ലാഹുവിനോട് ചൊല്ലി, ലാ യഹ്ദി അല്ലാഹു ബിക
റജുലൻ വാഹിദ ഖൈറുൽ ലക മിൻ ഹുമരിൻ നഅം. നിങ്ങൾ കാരണത്താൽ, നിങ്ങളുടെ റീസണിൽ ഒരാൾ ഹിദായത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് വന്നാൽ ഈ ഒരു ചുവന്നൊട്ടകം ലഭിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ദുനിയാവിൽ ഏറ്റവും വലിയൊരു കാര്യമാണ്, ഖൈറായ കാര്യമാണ് സഹോദരങ്ങളെ, നമ്മളുടെ കാരണത്താൽ ഒരാൾ ഹിദായത്തിലേക്ക് വരിക എന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം, ഒരു തിന്മ കണ്ടാൽ അത് എതിർക്കുകയും ഒരു നന്മ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. നമ്മളത് ചെയ്തിട്ടില്ല എങ്കിൽ പോകുന്നവർ പോണ വഴിക്ക് പോകട്ടെ, നമ്മളെന്തിനാ അവരോടത് ചൊല്ലാൻ നിൽക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, വത്തഖൂ ഫിത്നതല്ല തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ, നിങ്ങൾ ഫിത്നയെ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ അത് തിന്മ ചെയ്യുന്ന ആളുകളെ മാത്രമല്ല, ഫിത്ന ചെയ്യുന്ന ആൾക്കാരെ മാത്രമല്ല പിടികൂടുക, മുഴുവൻ ആൾക്കാരെയും പിടികൂടും. മുമ്പുണ്ടായിരുന്ന സമുദായങ്ങൾക്ക് നശിപ്പിക്കപ്പെടാൻ കാരണം കാനു ലാ യതനാഹൂന അൻ മുൻകരിൻ ഫഅലു, അവരുടെ കൂട്ടത്തിലെ ആളുകൾ ചെയ്യുന്ന തിന്മകൾ അവർ എതിർത്തിരുന്നില്ല എന്നുള്ളതാണ്. അത് കുടുംബത്തിലായിരുന്നാലും കൂട്ടുകാരിലായിരുന്നാലും നമുക്കറിയുന്ന എവിടെയായിരുന്നാലും ഒരാളൊരു തിന്മ ചെയ്യുന്നത് കണ്ടാൽ അത് ശരിയല്ല എന്ന് ചൊല്ലാനുള്ള ഒരു ധൈര്യം, അതിപ്പോൾ ഞാനെങ്ങനെ ചൊല്ലുക? അത് ബാപ്പയല്ലേ, അതല്ലെങ്കിൽ ഉമ്മയല്ലേ, സഹോദരനല്ലേ, സഹോദരിയല്ലേ, എന്നെക്കാളും വയസ്സ് മൂത്ത ആളല്ലേ, അതൊന്നും നോക്കേണ്ടതില്ല. ഒരു ഹക്കിനെതിരായ ഒരു തിന്മയാണോ ചെയ്യുന്നത്, അത് ശരിയല്ല എന്ന് പറയാം. അത് പ്രായത്തിൻ്റെ വ്യത്യാസമില്ല, ഒന്നും അങ്ങനെയൊന്നും നോക്കേണ്ടതില്ല. ഇപ്പോൾ സ്മോക്കിംഗ് നടത്തുന്ന ആളുകളുണ്ട്, അതായത് സിഗരറ്റ് സ്മോക്കിംഗ്, അത് ശരീരത്തിന്, അത് ബോഡിക്ക്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് അതിന്മേൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ആളുകൾ മക്കളുടെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അതിങ്ങനെ വലിക്കുന്നു. അവരത് കണ്ടുകൊണ്ട് അതാണ് പഠിക്കുന്നത്. അതാണോ നല്ല സുന്നത്ത്? അതാണോ പഠിപ്പിക്കേണ്ടത്? അല്ല. അപ്പം അത് ശരിയല്ല, അതൊരു നല്ല ശരിയല്ല. നല്ലത് കാണിച്ചു കൊടുക്കുക, മക്കളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, അതെന്താണ്? അതൊരു നല്ല ചര്യയാണ്. മൻസന്ന സുന്നത്തൻ ഹസനത്തൻ ഫഅമില ബിഹ, ഒരു നല്ല ചര്യ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. കാന ലഹു അജ്റുഹ, അത് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ സവാബുണ്ട്. മാത്രമല്ല വമിസ്ലു അജ്രി മൻ അമില ബിഹ, അത് കണ്ടുകൊണ്ട് വേറെ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അതും അതിൻ്റെ സവാബുമുണ്ട്. ഒരാളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, അയാൾ ചെയ്യുന്ന ആ കർമ്മത്തിൻ്റെ, അമലിൻ്റെ അത്ര തന്നെ സവാബ് ആരാണോ ഇത് ചൊല്ലിക്കൊടുത്തത് അതുണ്ട്, അയാൾക്കുണ്ട്. അപ്പോൾ ഒരു തെറ്റ് തിരുത്തി കൊടുക്കുക, നന്മ ചൊല്ലിക്കൊടുക്കുക, ഇതൊക്കെ വിശ്വാസികൾ പരസ്പരം ചെയ്യേണ്ട ബാധ്യതയാണ്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. അത് മക്കളോടും അതുപോലെ തന്നെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹക്ക് കൊണ്ട്, സബർ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക എന്ന്, അറിയാത്ത കാര്യങ്ങൾ പരസ്പരം ഉപദേശിക്കുക എന്നത് ദീനിൻ്റെ മാർഗമാണ്. നമ്മൾ മനസ്സിലാക്കിയ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. മൻ ദഅ ഇലാ ഹുദ, ഒരു സന്മാർഗത്തിലേക്ക് ആരെങ്കിലും ക്ഷണിച്ചു, കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ, അത് ചെയ്യുന്നവൻ്റെ സവാബുണ്ട്, അതുപോലെ തന്നെ അതിനെ പിന്തുടർന്ന് ആരൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലം ഒട്ടും കുറയാതെയുണ്ട്. എന്നാൽ ദലാലത്തിലേക്കാണ് ഒരാൾ വിളിക്കുന്നതെങ്കിൽ അതിൻ്റെ തിന്മ അയാൾക്കുണ്ട്, അതുപോലെ തന്നെ അത് ചെയ്യുന്ന ആളുകളുടെയൊക്കെ തിന്മയും ഉണ്ട്. ഒരാൾ അയാളുടെ ബിൽഡിങ്, അയാളുടെ ഷോപ്പ്, റൂം, അയാൾ അത് പിന്നെ ബാങ്കിന് വാടക കൊടുക്കുന്നു, അല്ലെങ്കിൽ കള്ള് ഷോപ്പിന് വാടക കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിന്മക്ക്. ചില ആൾക്കാരുണ്ട് ക്ലബ്ബ്, എന്നിട്ട് വന്നിട്ട് നിസ്കാരമില്ല ആളുകൾക്ക്, ചെറുപ്പക്കാരായ ആളുകളൊക്കെ. നമ്മുടെ കാരണത്താൽ ആളുകൾ, മക്കൾ ബെടക്കായി പോകാൻ പാടില്ല, നന്മയിലേക്ക് വരണം. ഒരു നല്ലതിനാണ് നമ്മൾ മാതൃകയാവേണ്ടത്, നല്ല കാര്യങ്ങൾക്ക് മാതൃകയാവുക. എന്നാൽ അത് ചെയ്യുന്ന, അത് കണ്ട് അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളുടെയൊക്കെ കൂലി നമുക്ക് കിട്ടും. എന്നാൽ ഒരു ബെടക്കിനാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത് എങ്കിൽ, ഒരു നാട്ടിലൊരു പിന്നെ കള്ള് ഷാപ്പ് തുടങ്ങി, ആരാണത് തുടക്കമിട്ടത്? അയാൾക്ക് അവിടെ വന്ന് കുടിക്കുന്നവരുടെ ഒക്കെ പാപങ്ങൾ ഇയാൾക്കുണ്ടാവും, അയാളാണ് തുടങ്ങി. എന്നാലോ ഒരു പള്ളി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ആളുകൾക്ക് പിന്നെ സഹായകമാകുന്ന എന്തെങ്കിലും ഒന്നുണ്ടാക്കി, ഒരു കുടിക്കാനൊരു വെള്ളം, തണ്ണി, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചു. അപ്പം അത് അവിടെ നിന്ന് വെള്ളം കുടിക്കുന്ന ആളുകളുടെയൊക്കെ പ്രതിഫലം ഇതുണ്ടാക്കിയ ആൾക്കുണ്ടാവും. അപ്പം ഇങ്ങനെ സഹോദരങ്ങളെ, നന്മക്ക് സാക്ഷികളാവുക, നന്മ പഠിപ്പിക്കുക എന്നതാണ്
വിശ്വാസികളായ ആളുകളുടെ ബാധ്യത. അത് അമ്പിയാക്കളുടെ ചര്യയാണ്. അതിന് ഏറെ പ്രതിഫലമുണ്ട്. മൻ ദല്ല അല ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫായിലിഹി. ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് ചെയ്യുന്നവൻ്റെ അത്ര തന്നെ സവാബ് അത് അറിയിച്ചു കൊടുത്ത ആളുകൾക്കുണ്ട്. അതുകൊണ്ട് നന്മകൾക്ക് സാക്ഷിയാവുക, അള്ളാഹുവിൻ്റെ ദീനിലേക്കും സത്യത്തിലേക്കും കുടുംബത്തെയും ജനങ്ങളെയും എല്ലാം ക്ഷണിക്കുക. വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ. അടുത്ത കുടുംബക്കാരെ നിങ്ങൾ ദീനിലേക്ക് ക്ഷണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചൊല്ലിയപ്പോൾ നബി എല്ലാ കുടുംബക്കാരെയും വിളിച്ചുകൊണ്ട് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ പരസ്പരം ദീന് കൊണ്ട് ഉപദേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദഅവത്ത്, നമ്മൾ മനസ്സിലാക്കിയ സത്യം മറ്റുള്ള ആളുകൾക്ക് തബ്ലീഗ് ചെയ്യുന്ന, എത്തിച്ചു കൊടുക്കുന്ന ആ പുണ്യകർമ്മം അനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദലാലത്തിലുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിൻ്റെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ എല്ലാ സവാബും അജ്റും നേടിയെടുക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.